മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. തൊഴിലാളികളും കർഷകരും ജീവനക്കാരും അധ്യാപകരും റെയിൽവേ, ഗതാഗതം, ഇൻഷുറൻസ്, ബാങ്കിംഗ്, തപാൽ, നിർമ്മാണം, ടെലികോം, വൈദ്യുതി, ആശ, അങ്കണവാടി, ചെറുകിട കച്ചവടക്കാർ, ഓട്ടോ ടാക്സി തുടങ്ങി സമസ്ത മേഖലകളും സ്തംഭിപ്പിച്ചുകൊണ്ട് പൊതുപണിമുടക്ക് തുടരുകയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കണം തുടങ്ങി 17 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ചെറുത്തുനിൽപ്പ് പോരാട്ടം കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇന്ന് രാജ്യജനങ്ങളെയും വറുതിയുടെ കെടുതിയിലേക്ക് തള്ളിവിടുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ന് രാജ്യവ്യാപകമായി അലയടിച്ചുയരുന്ന മഹാപ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ രാജ്ഭവൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. രാജ്യത്തിന്റെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗം പണിമുടക്കുകയാണ്. ഐതിഹാസികമായ പൊതുപണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി സംഘടിപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. തൊഴിലാളികൾ, കർഷകർ, ജീവനക്കാർ, അധ്യാപകർ, റെയിൽവേ, ഗതാഗതം, ഇൻഷുറൻസ്, ബാങ്കിംഗ്, തപാൽ, നിർമ്മാണം, ടെലികോം, വൈദ്യുതി, ആശ, അങ്കണവാടി, ചെറുകിട കച്ചവടക്കാർ, ഓട്ടോ ടാക്സി, അങ്ങനെ ഈ പൊതുപണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി സംഘടിപ്പിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ സമുന്നതരായ നേതാക്കൾ നേതൃത്വം നൽകുന്ന ഐതിഹാസികമായ രാജ്ഭവൻ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിപുരുഷനായ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനെ ലക്ഷ്യമാക്കി കടന്നു വരുന്നത്. പഴയ അടിമത്ത വ്യവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ ജീവനക്കാരുടെയും സംഘടനകളും എല്ലാം ചേർന്ന് അധ്യാപകരും പ്രതിഫലിപ്പിക്കുന്നതാണ് ഇന്നിവിടെ രാജ്ഭവന് മുമ്പിൽ നടക്കുന്ന ഈ പ്രതിരോധ കൂട്ടായ്മ. തൊഴിലാളികളുടെ പഹൽഗാം സംഭവത്തെ തുടർന്നാണ് ജൂലൈ 9 മാറ്റിയത്. ജൂലൈ കടുത്ത മഴയുള്ള കാലമാണ്. പൊതുയോഗങ്ങൾ ചേരാനും പ്രകൃതി സൗകര്യപ്പെടുത്തി തന്നു എന്നത് പ്രകൃതി പോലും ഈ സമരത്തോട് അനുഭാവം രേഖപ്പെടുത്തുന്നതാണ്. പൊതുമേഖല, ബാങ്ക്, ഇൻഷുറൻസ്, ഡിഫൻസ് തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനകളും സംയുക്തമായിട്ടാണ് ഈ പണിമുടക്കിന് ആഹ്വാനം നൽകിയത്.